അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സാലി റോയ്, മലമ്പുഴ അകമലവാര ഇടവയിൽ നിന്ന് വരുന്ന. എനിക്ക് 1 വർഷത്തോളമായി എന്നെ കാല് മുട്ടൊന്ന് വീണ് ചെറുതായിട്ടൊന്ന് വീണാണ്. ലിഗമെൻറ്റിൻ്റെ പകുതിയോളം അങ്ങനെ പൊട്ടി. ഞാനങ്ങനെ അതിനുവേണ്ടി മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ മരുന്ന് പിടിച്ച് നോക്കാം, മരുന്ന് പിടിച്ചിട്ട് കുറവില്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താലും അത് പൂർണ്ണമായും മാറിക്കിട്ടുമെന്ന് ഉറപ്പുമില്ലെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് മരുന്ന് കഴിക്കുന്തോറും കൂടിക്കൂടി വരുന്നതല്ലാണ്ട് എനിക്ക് കുറവില്ലായിരുന്നു. അടുക്കളയിൽ പോയി ഒന്നും ചെയ്യാനോ ഇനി ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ ഓപ്പറേഷൻ വേണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഞാൻ തീരുമാനിച്ചിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇവിടെ രാവിലത്തെ സ്തുതിപ്പിൻ്റെ സമയത്തായപ്പോൾ എനിക്ക് കാല് മുട്ട് മടക്കുവാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ കാല് വലിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. എൻ്റെ കസേരയൊക്കെ ഇങ്ങനെ ഞാൻ നീട്ടി വെച്ചിരിക്കുമായിരുന്നു. സ്തുതിപ്പിൻ്റെ സമയമായപ്പോൾ കുറച്ചൊരു വേദന കുറവുണ്ട്, നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു. പിന്നെ കുർബാനയുടെ സമയമായപ്പം കുറച്ചും കൂടെ മാറ്റം വന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇവിടെ കൗൺസിലിങ്ങിന് പോയി അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ് സുഖപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം എനിക്ക് ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. 1 മാസം കൂടെ മരുന്നൊക്കെ കഴിച്ചു, അതുകൊണ്ട് മാറി. ഇപ്പോൾ എനിക്ക് കാല് മുട്ട് മടക്കാനും മുട്ട് കുത്താൻ പറ്റത്തില്ല, മുട്ട് മടക്കാനും എൻ്റെ വീട്ടിലെ പണികൾ ഏകദേശം എനിക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ കാലിൻ്റെ ബുദ്ധിമുട്ട് വന്നു, ലിഗ്മെൻറ്റിന് പ്രോബ്ലം വന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ തീരുമാനം എടുക്കാൻ വേണ്ടി ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ ഓപ്പറേഷൻ കൂടാതെ നീ എന്നെ സൗഖ്യപ്പെടുത്താണെങ്കിൽ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആ മേഖലയിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. നമ്മൾ ഏതൊരു മേഖലകളിലും ഓപ്പറേഷൻ മറ്റോ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിനോട് തീരുമാനം ചോദിക്കണം. കർത്താവിനോട് ചോദിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള ഡോക്ടർമാരായ കുടുംബമായാലും തീരുമാനം ചോദിക്കാൻ പാടുള്ളൂ. അല്ലറിയാം.